ദൃശ്യം 3 മലയാളികൾ കാത്തിരിക്കുന്ന ഒരു സിനിമ. 3 പെൺപുലികളാണ്. ഏത് പുലിയിൽ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് ഒരു പ്രശ്നം. നിങ്ങൾ തീരുമാനിക്കും ഏത് പുലിയിൽ നിന്ന്. ഞാൻ ഈ ഫാമിലിയിലോട്ട് പുതിയ എഡിഷൻ ഫാമിലിയിൽ പുതിയ മെമ്പറാണോ ഈ സിനിമയിലേക്ക് എത്തിയത്? സിനിമ എന്ന ഫാമിലിയിൽ ദൃശ്യം എന്ന യൂണിവേഴ്സ് അതാണ് ദൃശ്യം എന്ന സിനിമയിലെ പുതിയ മെമ്പറാണ്. പുതിയ മെമ്പറിന്റെ അടുത്ത് പഴയ മെമ്പറുമായിട്ടുള്ള എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? മൊത്തത്തിൽ സിനിമയുടെ എക്സ്പീരിയൻസ് നല്ല ഷൂട്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ദൃശ്യം എന്നുള്ള ഒരു യൂണിവേഴ്സിലേക്ക് വന്നെത്താൻ പറ്റിയതിന് വളരെയധികം സന്തോഷം. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാവരും കൂടി അഭിനയിക്കാൻ പറ്റിയതിന് അതിപ്പോ അങ്ങനെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിലേ എല്ലാരും കുറെ തിയറീസ് പുറത്തുണ്ടാക്കണ്ടേ. ഇത് ഞാനായിട്ട് ഇട്ട് കൊടുത്തിട്ട് പക്ഷെ ഒരു വലിയൊരു സിനിമയുടെ ഭാഗം അല്ലേ, കുറെ സിനിമകൾ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് നമ്മളെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ആരാണ് ആദ്യം വിളിക്കുന്നത് ഈ സിനിമയിലേക്ക്? ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഞാനങ്ങനെ ക്യാരക്ടർ അധികം അങ്ങനെ എന്താ ഏതാന്നൊന്നും ഒരു ഔട്ട്ലൈൻ തന്നിരുന്നു എനിക്ക്. ഞാൻ അധികം ചോദിക്കാനില്ല. ദൃശ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർക്കും ആഗ്രഹമാണല്ലോ ദൃശ്യം എന്നുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ. അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ അപ്പൊ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. നോക്കിയില്ല, അഭിനയിക്കുകയാണ് ചെയ്തത്. കുറെ നാളുകൾക്ക് ശേഷം മക്കളൊക്കെ കണ്ട് മക്കളൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു പോയി. അതെ അല്ലേ? കേരളത്തിലെത്തിയപ്പോഴായിരിക്കും മക്കളെ കാണുന്നത് നേരിട്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ പറയാം. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. ആഗ്രഹം വളരെ കാലം തൊട്ടുള്ള നമ്മുടെ ആഗ്രഹമാണ്. അതിപ്പോ സഫലമാവുന്നു. മെയ് 21 എന്ന ദിവസത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മക്കളെ കാണുന്നു, നമ്മുടെ ഭർത്താവിനെ കാണുന്നു, സിനിമയിലെ ക്യാരക്ടറാണ് പറയുന്നത്, നമ്മളെല്ലാവരും കാണും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വലുതായിരുന്നു. അതെ, അന്ന് ആ സമയത്തുണ്ടാകുന്ന ഒരു മൂവ്മെന്റ് എന്തായിരുന്നു? No, it was very nice. It was very natural. അതൊരു ഫാമിലി പോലായി പോയി. Not just the actor and actresses, the whole unit, right from Jitu to the director to the cameraman to the production, എല്ലാവരും it was like coming back home. അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് സോ നൈസ് ടു സീ ദം ഓൾ ടുഗെദർ. പിന്നെയും എല്ലാ ആ ദൃശ്യം യൂണിവേഴ്സിലേക്ക് പോയിട്ട് കണ്ടിന്യൂവേഷൻ ഓഫ് ദ സ്റ്റോറി അത് ചെയ്യുമ്പോൾ വളരെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. വളരെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതെ, അത് എത്രമാത്രം വലിച്ചു വന്ന് തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ഇമോഷണൽ സീനുകൾ വരെ നടക്കുമ്പോൾ മാമന് എന്നും ഹൃദയത്തിൽ തട്ടിയിരുന്ന ഏത് സീനായി? അയ്യോ, ഏത് സീൻ എങ്ങനെ പറയാൻ പറ്റും? സിറ്റുവേഷൻ എന്താ പറയുക, ദാറ്റ് ഇമോഷൻ ഇസ് ആദ്യം മുതൽ തന്നെ ദാറ്റ് ഇമോഷൻ ഇസ് വെരി സട്ടിലി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്ത് നടന്നാലും ആര് വന്നാലും ആരെന്ത് ചെയ്താലും ദർ ഇസ് ഓൾവേസ് ദാറ്റ് അണ്ടർ കറന്റ് ഇമോഷൻ ഇസ് ദെയർ. ആൻഡ് അത്രേ എനിക്ക് പറയാൻ പറ്റും. അതെ, എന്തായാലും നമ്മൾ കഴിഞ്ഞ ദൃശ്യങ്ങൾ കണ്ടതിലും വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും അങ്ങനെ കാത്തിരിക്കുന്ന ഒരു സിനിമയല്ല. പ്രേക്ഷകരുടെ അടുത്തേക്ക് നമ്മൾ മനസ്സിൽ നിന്നൊന്നും പറയാൻ ഈ സിനിമ ഇങ്ങനെയാണ്, നിങ്ങൾ കാണണം, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണെന്ന് പറയാൻ ഒരു കാരണമുണ്ടാവും. അതെന്തായാലും ഡെഫിനറ്റ്ലി ആദ്യം മുതൽ ഞങ്ങൾ പറയുന്നത് ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ ഫാമിലി ഡ്രാമ. ഇറ്റ്സ് ബിറ്റ്വീൻ 2 families. ദറ്റ് ഇമോഷൻ ഇസ് ടോപ്പ് നോച്ച്. ആൻഡ് ഇനി എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ്, അവരുടെ 2 കുടുംബത്തിൽ എന്താ നടക്കുന്നത്, എന്താ സംഭവിക്കുന്നു, that is what unfolds the second ഈ തേർഡ് പാർട്ടിൽ എന്താണ്. അയ്യോ, എന്ത് കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെ പറയണമെന്ന് ഞാനും അങ്ങനെ ഇങ്ങനെ രണ്ട് കുടുംബങ്ങൾ പറയുമ്പോൾ ഈ 2 കുടുംബങ്ങളാണ്. അതെ, പക്ഷെ ഇത്തോടെയെങ്കിലും നമുക്ക് നമ്മുടെ അറിയില്ലപ്പാ. അലിയുടെ ആഗ്രഹം എന്താ? എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് ഇപ്പോഴും കിട്ടില്ല. ഈ സിനിമ കുറേ നീണ്ടു പോകണം, 4 5 ഇറങ്ങിയിട്ടേ കിട്ടാവുള്ളൂ. ജിത്തു സാറിന് നമുക്കൊന്ന് ഇങ്ങനെ കൊണ്ടു നടക്കണം. അപ്പം എനിക്ക് ഈ തവണ കിട്ടണമെന്ന് ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ, സത്യം പറയണം. പക്ഷേ ഒരു സിനിമയിലെ കഥാപാത്രം അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? ജിത്തു സാറ് വന്നിട്ട് ഇപ്പൊ പറയും തല കുലുക്കാവുള്ളൂ എന്ന് പറഞ്ഞത് ഡൗട്ടുണ്ട്. തല കുലുക്കുന്ന ഓരോ തല കുലുക്കലിനും ഓരോ അർത്ഥം ഉണ്ടെന്ന് അറിയാലോ. അത് നമ്മള് ക്യാപ്ഷൻ ഇടുന്ന പോലെ ഇരിക്കും, ഞാൻ ക്യാപ്ഷൻ ഇടുന്ന പോലെ ഇരിക്കും. പക്ഷെ ഒരു ചില സിനിമകൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, 100%. നമ്മൾ ഇത്തരം സിനിമകൾ നമ്മൾ സിനിമ കണ്ടതിന് ശേഷം ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരാൾ. അപ്പോഴാകുമ്പോൾ നമുക്ക് കഥകളുണ്ടാവും, നമുക്ക് ചോദിക്കാനുണ്ടാവും, പറയാനുണ്ടാവും, മനസ്സിലാവും. ഇതിലൊന്നും പറയാനില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സിനിമയെക്കുറിച്ച് ചോദിക്കാനും പറ്റില്ല. പക്ഷേ കഴിഞ്ഞ ദൃശ്യത്തിൽ ലാലേട്ടൻ്റെ അടിച്ചു, അത് ഞങ്ങൾക്കെല്ലാം ഭയങ്കര വേദന ഉണ്ട്. ഇത്തവണ അങ്ങനെ ഉണ്ടെങ്കിൽ ആശാ ശരത് എന്ന ആക്ടർ പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും ഫീൽ ഉണ്ടെങ്കിൽ ആ ഫീൽ ചെയ്തിട്ടുണ്ട്? ഇല്ല, ദൃശ്യം 2-ലും ആശാ ശരത്തല്ലല്ലോ, പ്രഭാകരാണല്ലോ. തീർച്ചയായിട്ടും ഒന്നും നടന്നില്ല. അത് സിനിമയായിട്ട് കാണാൻ നമ്മുടെ പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ പ്രേക്ഷകർ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പ്രേക്ഷകർ. ഒരിക്കലും ഒരു കഥാപാത്രം അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ദേഷ്യവും അങ്ങനെയൊന്നുമില്ല. കഥാപാത്രമായിട്ട് മാത്രമേ കാണുള്ളൂ. അങ്ങനത്തെ ആ ഒരു ടെൻഷൻ ഇല്ല എനിക്ക്. അന്ന് വലിയ ടെൻഷൻ അടിക്കുന്ന സീനിനെ കുറിച്ച് നമ്മൾ ഭയങ്കര കഥാപാത്രത്തിലാണ്. പക്ഷെ നമ്മൾ ആ പ്രതീക്ഷയൊക്കെ മാറ്റി പ്രേക്ഷകർ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ല. പിന്നെ അലി പറയും പോലെ തന്നെ, പ്രേക്ഷകരെ പോലെ തന്നെ ദൃശ്യം 3 കാണാൻ ഞങ്ങൾ 3 പേരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഞങ്ങൾ അഭിനയിച്ച സീൻസൊക്കെയാണ് നമുക്ക് അറിയുള്ളൂ. അതെ, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അലി ചോദിച്ചാലും, അലി എന്തൊക്കെ ചോദിച്ചാലും ഞങ്ങൾക്ക് ഇത്രേ അറിയുള്ളൂ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ചോദിച്ചാലും അപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് ഞങ്ങൾ അഭിനയിച്ച സീൻസിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അല്ലേ? അഭിനയിച്ച സീനുകളെ കുറിച്ച് ഞാൻ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മളും ഇങ്ങനെ സിനിമ കാണാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ കുടുംബ പശ്ചാത്തലമാണല്ലോ ഇപ്പോൾ സിനിമകളിൽ ഒരു വിജയ കാലഘട്ടമാണല്ലോ. നമ്മളിപ്പം ഈ വർഷം എടുത്തു കഴിഞ്ഞാൽ എല്ലാ നല്ല വിജയത്തിൽ ആളുകൾ ഏറ്റെടുക്കുന്ന സിനിമ ആ കാലഘട്ടത്തിൽ നമ്മൾ ദൃശ്യം 3 എത്തിക്കുന്നത്. പക്ഷേ ദൃശ്യം 3ക്ക് വേറൊരു ഓഡിയൻസ് എന്ന് വെച്ചാൽ സാധാ ഓഡിയൻസ് അല്ല, ഇത് വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വലിയ ഫാമിലിയാണ്. ഈ ലോകമെമ്പാടുമുള്ള വലിയ ഫാമിലിയുണ്ട്. ആ ഫാമിലി മുമ്പിൽ 2 കുടുംബത്തിൻ്റെ വേദന ഭയങ്കര വേദനയായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ഇന്നും കഥകൾ ഓർത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ട്, ലാലേട്ടൻ ഒരു മുത്തശ്ശിയെ വീഡിയോ കോൾ വിളിച്ചു. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ആ മുത്തശ്ശി പറയുന്നത് എനിക്ക് ദൃശ്യം കാണാൻ പോലുള്ള തിരിച്ചു വരുമ്പോൾ മോളെ കഥ പറഞ്ഞു തരണം. പക്ഷെ അന്നത്തെ കഥ ഓർത്തിരിക്കുക, അന്ന് പോയി കണ്ട അമ്മച്ചിയാണ്. ആ അമ്മച്ചി വരും കാത്തിരിക്കുകയാണ്. പ്രായഭേദ വ്യത്യാസമില്ലാതെ ആൾക്കാർ കാത്തിരിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ കഥ പറയുമ്പോൾ നമുക്ക് ചില സമയത്തിൽ ഫീൽ ഉണ്ടാവും, നമ്മുടെ കുടുംബം, നമ്മുടെ അയൽവാസികൾ. അങ്ങനെ ഈ സീനിൽ ഒരു ഫീൽ ഉണ്ടായ സീൻ പറയണ്ട, സിറ്റുവേഷൻ പറയാമോ? എന്നെക്കാളും നന്നായിട്ട് റാണിക്കായിരിക്കും. അല്ല, സിറ്റുവേഷൻ പറയണമെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ഇത് 2 കുടുംബത്തിന്റെ കഥയാണ്. 2 കുടുംബം ജീവിതമാണ്. 2 കുടുംബം എന്താ പറയാ, അവരുടെ ലൈഫിലേക്ക് എന്തോ ഒന്ന് സംഭവിച്ചു, ഒരു തെറ്റ് പറ്റി. അതിൻ്റെ ശേഷം എന്തൊക്കെയാ ഈ കുടുംബം ആ കുടുംബം എങ്ങനെ ഹൗ ഡു ദേ go through a lot of things and how do they എന്താ പറയുക, lot of situations. പിന്നെ ഈ ദൃശ്യം 1 പോലെ അല്ല ദൃശ്യം 2, ദൃശ്യം 1 and 2 പോലെ അല്ല ദൃശ്യം 3.